ഓക്കെ, ഈ ഒരു എക്സാമ്പിളിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡും ഉണ്ട്, 2 പോയിന്റ് ലോഡുണ്ട്, 5 ന്യൂട്ടനും 3 ന്യൂട്ടനും. അപ്പോൾ നമുക്ക് ആകെ ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന ആര് അനാലിസ് ചെയ്യണം, UDL അനാലിസ് ചെയ്യണം. അപ്പോൾ നമ്മൾ UDL റീപ്ലേസ് ചെയ്യണം. ആ പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം വളരെ സിമ്പിളായി മാറി കഴിയും. അപ്പോൾ മിഡ് പോയിന്റിൽ ഒരു 3 ന്യൂട്ടൻ ഉണ്ട് അല്ലേ, ഏറ്റവും ഫ്രീ എൻഡിൽ വരുന്ന ഭാഗത്ത് ഒരു 5 ന്യൂട്ടൻ ഉണ്ട്. ഇനി ഈ UDL നമ്മൾ എങ്ങനെ മാറ്റും, ഒരു പോയിന്റ് ലോഡാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ നമ്മളറിയാം ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ w ഇൻറ്റു L ആണ് അല്ലേ. ഇവിടെ സ്മോൾ w എന്നത് 2 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ 2 മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ. സോ 4 ന്യൂട്ടൺ എന്ന് പറയുന്നത് പോയിന്റ് ലോഡാണ്. അപ്പോൾ 4 ന്യൂട്ടൺ എവിടെ ആക്കി ചെയ്യണം, ഇതിൻ്റെ മിഡ് പോയിന്റ് അല്ലേ ആണ്. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ദിസ് 4 ന്യൂട്ടൺ അല്ലേ. ടോട്ടൽ 2 ആണ്ട് ഈ ദൂരം 2 മീറ്റർ വരുന്നുണ്ട്. ഈ ദൂരം എന്ന് പറയുമ്പോൾ 2 മീറ്ററിൻ്റെ കൂടെ ഒരു 1 മീറ്റർ ആകും, ടോട്ടൽ 3 മീറ്റർ വരുന്നുണ്ടാവും. ടോട്ടൽ 4 മീറ്റർ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് വരയ്ക്കുക, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഓരോ സ്റ്റെപ്പാണ് കേട്ടോ. ഈ ഫിഗർ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനൊക്കെ മാർക്കുണ്ടാവും. കാര്യം നമുക്ക് കാൽക്കുലേഷൻ വളരെ 2-3 സ്റ്റെപ്പേ ഉള്ളൂ. അപ്പോൾ ആ ഫിഗറുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ വരച്ച് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാർക്കും കിട്ടും. മൊമെൻറ്റ് റിയാക്ഷനും വെർട്ടിക്കൽ റിയാക്ഷനൊക്കെ വരച്ച് വെക്കണം. ഇനി എന്ത് ചെയ്യുക, സിഗ്മ ഫോഴ്സ് വെർട്ടിക്കൽ ഈക്വൽ ടു 0 അല്ലേ. വെർട്ടിക്കൽ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്, 3 ന്യൂട്ടൺ, 4 ന്യൂട്ടൺ, 5 ന്യൂട്ടൺ, ഇതെല്ലാം ഡൗൺവേർഡ് ഉണ്ട്. സോ -3 ന്യൂട്ടൺ, -4 ന്യൂട്ടൺ, -5 ന്യൂട്ടൺ, പിന്നെ ഉള്ളത് റിയാക്ഷനാണ്. പ്ലസ് ആ റിയാക്ഷൻ നമുക്ക് 0. അപ്പോൾ RV ഈക്വൽ ടു ഇവരെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോഴേ നമുക്ക് എന്നിട്ടും 12 കിട്ടും അല്ലേ. 8 + 4 12 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, ഇനി മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മൊമെൻറ്റ് അബൌട്ട് A എടുക്കുകയാണ്. A എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഫിക്സഡ് പോയിൻ്റ് ആണ് എടുക്കാം. ഓക്കെ, അപ്പോൾ 3 ന്യൂട്ടൺ എത്ര ദൂരെയാണ്, 2 മീറ്റർ ദൂരെയാണ്. 3 ന്യൂട്ടൺ 2 മീറ്റർ ദൂരെയാണ്. 4 ന്യൂട്ടൺ 3 മീറ്ററാണ്. 5 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് 4 മീറ്റർ ദൂരെയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ 3 × 2 + 4 × 3 + 5 × 4 ഇതെല്ലാം ക്ലോക്ക് വൈസ് ആണ് അല്ലേ. ഇങ്ങോട്ട് ഇങ്ങനെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യാൻ നോക്കാം. അവിടെ എല്ലാം ഞാൻ പോസിറ്റീവ് എടുത്തു. പ്ലസ് MR = 0. അപ്പോൾ MR = ഇവരെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ടും -6 -12 -20 അപ്പോൾ നമുക്ക് -38 ടോട്ടൽ കിട്ടും അല്ലേ. അത്രയും ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് MR വരും. മൈനസിൻ്റെ അർത്ഥം എന്താണ്, മറ്റേതെല്ലാം പോസിറ്റീവല്ലേ എടുത്തേക്കുന്നത്. പോസിറ്റീവിൻ്റെ അർത്ഥം ക്ലോക്ക് വൈസ് ആണെങ്കിൽ മൈനസിൻ്റെ അർത്ഥം